ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്ക് ഞങ്ങളും ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഡ്രീം കേക്കിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്നില്ലെങ്കിലും നമ്മളെ പൂതിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികളെയും കൂട്ടിയത് ഉണ്ടാക്കുമ്പോൾ ഓർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷത്തോടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം നല്ല മഴയാണ് ഇന്ന്. മഴക്ക് കുറച്ച് ഞാനിന്ന് വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് മഴക്ക് കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ അങ്ങനെയാണല്ലോ, കളക്ടർ ലീവ് പറയുന്ന ദിവസം കളക്ടറെ കളിയാക്കണ പരിപാടി മഴക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു മഴ ഉള്ള ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞൊരു സന്ധ്യ ആയപ്പോൾ ഞങ്ങളിതാ ചൂടോടെ നല്ല ചൂട് പഴംപൊരിയും ചൂട് കട്ടനും അടിക്കുകയാണ്. എന്താ അന്തസ്സില്ലേ പരിപാടി. സംഗതി നമ്മൾ പണ്ടേ പറഞ്ഞു വെച്ച പോലെ കട്ടനും മഴയും ജോൺസൺ മാഷ പാട്ടും പരിപ്പുവടയാണ് കോമ്പിനേഷൻ എന്നുണ്ടെങ്കിലും ഒട്ടും ബാക്കിലേക്കല്ല നമ്മളെ പഴംപൊരിൻ്റെ കാര്യം. അപ്പം ഞങ്ങൾ എന്തായാലും പഴംപൊരിയും കട്ടനൊക്കെ ആയിട്ട് മഴ അങ്ങനെ ആസ്വദിച്ച് അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് ചായ കുടി പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പം ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഉഷാറുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നാത്തൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. നമ്മളെ ഡ്രീം കേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഡ്രീം കേക്ക്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇന്നും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ സംഗതി കൈവിട്ട് പോകുന്നു തോന്നി. ഇപ്പോൾ രണ്ടാളും മുഖമൊക്കെ വല്ലാണ്ടാക്കിയിട്ടാണ് വന്ന് പറഞ്ഞത്, അമ്മ ഉണ്ടാക്കിയത് അമ്മയുണ്ട് എത്ര ദിവസമായി കൊണ്ടുവച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഇതിൽ ചോക്ലേറ്റ് വാങ്ങി വെച്ചിന്. അമൂലിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ വാങ്ങിയത് ഇതിലേക്ക്. അപ്പോൾ അത് വാങ്ങി വെച്ചത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാൻ വയ്യ, ഒരു മൂഡ് വരണമല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഉണ്ടാക്കാൻ വയ്യാന്ന് തോന്നുമ്പോൾ ഞാൻ ഓരോ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇതിന്ന് മിൽക്ക് ചോക്ലേറ്റിൽ നിന്ന് ഓരോരോ കട്ട എടുത്ത് കൊടുത്ത് അത് തീരാനായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നേരെ വേവിച്ചാൽ സംഗതി ശരിയല്ല, അത് പിന്നെയും വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് നഷ്ടക്കച്ചവടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറയട്ടോ. സംഗതി ഞാനിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇടുന്ന ഒരു റെസിപ്പി അല്ല കേട്ടോ. ഞങ്ങളൊരു ഡ്രീം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. ഒന്നാമത് ഡ്രീം കേക്കിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോന് 1200, 1300, 1500 ഒക്കെ ഉണ്ട് ഒരു കിലോൻ്റെ വില എന്ന് പറയണത്. അതിൻ്റെ 500, 600, 700 ഒക്കെ ഉണ്ട് ചെറിയ ബോക്സ്, 500ൻ്റെ ചെറിയ ബോക്സിനൊക്കെ. പക്ഷേ അത് അതിൻ്റെ രീതിയിൽ നല്ല ക്വാളിറ്റി, എന്താ പറയുക, പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് ഒക്കെ വെച്ചുണ്ടാക്കണതിന് അതിൻ്റെ റേറ്റും ഉണ്ട് കേട്ടോ. അതിന് റേറ്റ് ഇല്ല എന്നല്ല നമ്മൾ പറയണത്. അപ്പോൾ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ അത് മാത്രമല്ല, കുട്ടികളൊക്കെ കൂട്ടി ഇതുണ്ടാക്കുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. നമുക്ക് സാധാ പീടികയിൽ പോയിട്ട് ഒരു ഡ്രീം കേക്ക് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. രണ്ടാളിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൂട്ടാം. അപ്പോൾ ഇപ്പം തന്നെ ഞാനിതാ ഈ കേക്ക് വാങ്ങിയിട്ട് ഞാൻ അടിയിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് നന്ദൂട്ടൻ പറഞ്ഞ ഐഡിയ ആണ്. അതിപ്പോൾ എന്തായാലും എത്തൂല, ഇന്നും എടുത്ത് തിന്നാൻ തുടങ്ങി ഞങ്ങൾ. അപ്പോൾ അതെന്തായാലും തികയാണ്ടായപ്പോൾ നന്ദൂട്ടൻ പറഞ്ഞ അമ്മ ഇതിങ്ങനെ പൊടിച്ചിട്ട് നോക്ക്, എന്നിട്ട് നമുക്ക് ഇങ്ങനെ അമർത്താം, എന്നാൽ ആ ഒരു ലെയറായിട്ട് കിട്ടല്ലോ. അപ്പോൾ ഓൻ്റെ ഐഡിയ പ്രകാരം ഇതാ ഞങ്ങൾ വാട്ടേൺ ഐഡിയ സർജി, ഞാൻ 2 തട്ടൊക്കെ ഷോൾഡറിൽ തട്ടി ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെ പറഞ്ഞ് ഓനെ പൊക്കി വിട്ടിക്കണം. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങളിതാ നമ്മളെ കേക്ക് ഉണ്ടല്ലോ, കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് നമ്മളെ ചോക്ലേറ്റ് കേക്ക്. പക്ഷേ അത് ബീറ്ററും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അത് അഥവാ ഫ്ലോപ്പായി പോയാലും പിന്നെ അതിന് മാത്രം ക്ഷമയില്ല ഞങ്ങൾ കുറേ ദിവസം അതിന് മെനക്കെടണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഇതുപോലെ ഒരു 250 കേക്ക് വാങ്ങിയതാണ് കേട്ടോ. ബേക്കറിയിൽ നല്ല ബ്രൗണീസ് പോലത്തെ കേക്ക് കിട്ടും വാങ്ങാൻ. അപ്പോൾ അങ്ങനത്തെ വാങ്ങിയാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളെ സാധാ ടീ കേക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ കേക്കാണ് വാങ്ങിയത്. അപ്പോൾ അത് ഇതുപോലെ നന്ദൂട്ടൻ്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞങ്ങൾ അത് പൊടിച്ചിട്ട് ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടി ആക്കിയിട്ട് അതൊന്ന് വെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒന്നാമത് ഇതിൽ ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഒരു ടീ കേക്കിൽ. അപ്പോൾ അത് കടിക്കണ സമയത്ത്, ഇത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് അത് കഴിക്കണ സമയത്തുണ്ടല്ലോ, ആ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കടിക്കണ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കേക്കല്ലേ ഈ ഡ്രീം കേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ അതവിടെ ആക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അമൂലിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ എത്രത്തോളം പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് വാങ്ങണോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടുന്ന. അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അമൂലിൻ്റെ കോമ്പൗണ്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങും കേട്ടോ. കോമ്പൗണ്ടിനും ഏകദേശം ഈ ഒരു പൈസയൊക്കെ തന്നെയാണ് വരിക. 500 ഗ്രാമിന് 240 അങ്ങനെ എന്താ വരിക. ഇപ്പോൾ ഇത് 100 എത്രയാണ് കേട്ടോ ഈ ഒരു അമൂലിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിന്. അപ്പോൾ എന്തായാലും നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങുമ്പോൾ ഒരു കയ്പ്പരസം വരുമോ എന്നൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറ് കിട്ടിയില്ല. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഉണ്ടാവുമല്ലോ ഡ്രീം കേക്കൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു കാണിക്കുന്ന ആ ഒരു കളറ് കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതിനെ കൊണ്ടായിരിക്കും അത്. പിന്നെ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കുന്ന വശങ്ങളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. നമ്മളിതുപോലെ
തട്ടിമുട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവലുണ്ട്. അപ്പോൾ അതല്ലേ നമ്മളെ സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേക്ക് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ കേക്ക് വെച്ച് സെറ്റ് ചെയ്താണ് വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ അടുത്ത ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗനാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ചോക്ലേറ്റിൻ്റെ കുറച്ച് പീസും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കണം. ആ സമയം കൊണ്ട് അത് അവിടുന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ ബീറ്റർ ഇവിടുത്തെ കേടായിപ്പോയിട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അതൊന്ന് അടിച്ചെടുത്തത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ സെറ്റ് ചെയ്യണ സമയത്ത് എടുക്കല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്നാലും ഈ ഒരു കേക്ക് നമ്മൾ നിരത്തി ഒരു സെറ്റാക്കി വെച്ചല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് വെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സിറപ്പ് പോലെ ആക്കിയിട്ടൊന്ന് നമുക്ക് അത് ആ ഒരു സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചത് ഇതുപോലെ ഇങ്ങനെ ലയിച്ച് അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ പാത്രം ആയാലും അതിനുപയോഗിക്കുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ ആയാലും വെള്ളം തീരെ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിന് നമ്മൾ പാടേ അങ്ങോട്ട് ഉപേക്ഷിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടം കൊടുത്താൽ മതി. അത് അവിടുന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോൾ കുറച്ച് പാലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം ആയാലും മതി. വിപ്പിംഗ് ക്രീം ഒന്ന് പാലൊഴിച്ചൊന്ന് ലൂസാക്കാം. മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാലും ഒരിത്തിരി വിപ്പിംഗ് ക്രീമും അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തെടുത്തിട്ട് ഇതുപോലെ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഷുഗർ സിറപ്പിന് പകരം ഷുഗർ സിറപ്പ് ആയാലും ഇനിയിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഇങ്ങനെ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ആ ഒരു കേക്കിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതിങ്ങനെ ഇതുപോലെ നല്ലോണം വെറ്റാക്കി എടുത്തിട്ടാ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളെ ടീ കേക്ക് ആണെന്നുള്ളത് അറിയേയില്ല. വേറൊരു തരം ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. വേറൊരു തരം നല്ലൊരു കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അത് സെറ്റാക്കി അപ്പോൾ ആ ഒരു ലെയർ അടിപൊളിയായിട്ട് ഇതുപോലെ റെഡി ആയിക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ ഈ ഒരു ഗനാഷ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് നമ്മൾ റെഡിയാക്കാൻ വെച്ച ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ഗനാഷ് ഇതുപോലെ സെറ്റായി. അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ചൊന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനിയിപ്പോൾ അതും ഒന്ന് ചൂടൊന്ന് തണിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് വേറൊരു ലെയറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഡിങ് പോലെ ഒരു ചോക്ലേറ്റിൻ്റെ പുഡിങ്ങോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മൂസ് എന്നൊക്കെ പറയും. അതൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ നമ്മളുണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ലെവലിലൊന്നും എത്തൂല കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ പറയല്ലോ, ഇതിപ്പോൾ വന്നിട്ട് നമ്മളോട് ചോദിക്കില്ലല്ലോ ഞാൻ മൂസ് അല്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പുഡിങ് അല്ലല്ലോ എന്ന്. അവിടെ കിടക്കട്ടെ. അപ്പം നമുക്ക് എന്തായാലും ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പാലെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നമ്മളിതുണ്ടല്ലോ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡർ കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഒരു ചെറിയൊരു സ്പൂണിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് അതേ ഒരു സ്പൂണിൽ ഒരു 1-1.25 സ്പൂണ് നമ്മളെ കോൺഫ്ലോർ ഉണ്ടല്ലോ ആ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ചോക്ലേറ്റിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഒരു പുഡിങ് റെഡിയായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ട് ഈ പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മധുരം റെഡിക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വലിയൊരു മധുരത്തിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് അത്ര കുറേ മധുരത്തിലല്ല കേട്ടോ. ഇനിയിപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ അത് നോക്കിയിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. നമുക്ക് ആ ഒരു പുഡിങ് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാമല്ലോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തും വരെ നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് ഈ ചൂടണയാൻ വെക്കുക. അത് കുറുകി വന്നതൊന്ന് ചൂടണയണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗനാഷ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചൂടൊക്കെ തണിഞ്ഞ് സെറ്റായി വന്നപ്പോൾ ഞാൻ അതൊന്ന് ഇതിൻ്റെ മേലേക്ക് രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ലെയറെന്നൊന്നും പറയാനില്ല, നമ്മളെ പാത്രം കുറച്ച് പരന്ന പാത്രം ആയതുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് എന്താക്കാൻ പറ്റിയില്ല, വലിയ ലെയറാക്കി എടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഒപ്പിക്കും, നമ്മളോടാ കളി. അന്നേരം നമ്മളിതാ ഇതുപോലെ റെഡിയാക്കി ഒരു സെക്കൻഡ് ലെയറായിട്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് അത് നമ്മൾ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞേരം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ
നമ്മളെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതെടുത്ത് കൊണ്ടുവന്നിട്ട് അതും കൂടി മൂന്നാമത്തെ ലെയറായിട്ടൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച് ആ ഒരു തണുപ്പോട്ട് കുറച്ചും കൂടി ഒന്ന് സെറ്റായി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ബീറ്റർ കൊണ്ട് അടിക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ കുറച്ച് ഹെവി ആയിരിക്കും. കുറച്ച് വിപ്പിംഗ് ക്രീമിന് പകരം കുറച്ചധികം വിപ്പിംഗ് ക്രീം എടുക്കേണ്ടി വരും. അപ്പോൾ ബീറ്ററൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ലെയർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പ്ലഫി ആയിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീം പതപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ആവും ആ ഒരു ലെയർ. അപ്പം ഞങ്ങൾ എന്തായാലും വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു ചെറിയ ലെയറായിട്ട് കൊടുത്ത് അതും ഫ്രിഡ്ജിൽ കൊണ്ടേ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ എന്നുള്ള രീതിയിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെയാണ് നമ്മളെ പണി ചെറുതായിട്ടൊന്ന് പാളിപ്പോയത്. വേറെ ഒന്നല്ല, ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ബട്ടറും ചോക്ലേറ്റിൻ്റെ ക്യൂബും ഇട്ട് എടുത്തിട്ട് ഇതുപോലെ ഡബിൾ ബോയിൽ എഴുതി ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് പോലെ അല്ലെങ്കിൽ ആ ഒരു ഗനാഷ് പോലെ ആക്കി എടുത്തിട്ട് ലാസ്റ്റ് ആ ഒരു ലെയർ തിന്നായിട്ടുള്ള ഒരു ലെയർ കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ്. പക്ഷേ അതിന് മാത്രമുള്ള ചോക്ലേറ്റ് നമ്മളെ കയ്യിലില്ലേനി. ഇതിൻ്റെ ഇടക്കിടക്ക് മോഷണം പോകുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ്. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് കണ്ടില്ല എന്ന് വെച്ചാൽ അതൊക്കെ അല്ലേ കുട്ടികൾക്ക് അതൊക്കെ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ പിന്നെ ഇത് നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേ, വേറെ പുറത്ത് കൊടുക്കാനുള്ള സാധനം ഒന്നല്ലല്ലോ. അപ്പം ഞാനും ഇങ്ങനെ ഓരോ കൂടെ കൂടി അങ്ങനെ ഞങ്ങളിങ്ങനെ കളിച്ച് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റുള്ള ആ ഒരു ലെയർ ഇടാനുള്ള ചോക്ലേറ്റ് ഞങ്ങളെ കയ്യിലില്ലേനി. സംഗതി കുറച്ചൊരു കമ്മിയായിപ്പോയി. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല, ഉള്ളത് വെച്ച് ഉള്ളതുകൊണ്ട് ഓണം പോലെയാണല്ലോ നമുക്ക്. അപ്പോൾ ഉള്ളത് വെച്ച് അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഞാൻ അവിടെ റെഡിയാക്കാൻ വെച്ചിരിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ പുഡിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് സെറ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ലെയർ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ആ ഒരു ലെയർ ചൂട് വല്ലാണ്ട് തണിഞ്ഞിട്ടില്ല കേട്ടോ. ശരിക്കും ഇവിടെ നേരല്ലേ ഒന്നാമത് ഇത് ഉണ്ടാക്കാൻ. ഒന്നാമത് ഈ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം കേക്ക് എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് പ്രിയപ്പെട്ട സംഗതിയാണല്ലോ. കുട്ടികളെന്ന് പറയണ്ട, എനിക്കും അത് വലിയ പ്രിയപ്പെട്ട സാധനം തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ക്ഷമ ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല ക്ഷമയും ഇതൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗത ആ ഒരു ലെയർ സെറ്റ് ചെയ്ത് അതിലേക്ക് ഇത് നമ്മളെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഗനാഷ് ഉണ്ടാക്കിയില്ല നമ്മൾ ലാസ്റ്റ് ലെയറായിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊഴിച്ചപ്പോഴാണ് പണി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാളി എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. വേറെ ഒന്നല്ല, നമ്മൾ ആ പുഡിങ് ശരിക്കും സെറ്റായിട്ടില്ലല്ലോ, അതിനുള്ള സമയമില്ല നമ്മളെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അത് ഇതുപോലെ ഇങ്ങനെ വരച്ചൊരു ഡിസൈൻ പോലെ ആക്കി കൊണ്ടുവന്നിരിക്കണ്. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും തോന്നില്ലെങ്കിലും ഞങ്ങൾക്കിത് വരച്ച് കളിച്ചപ്പോൾ ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഈ ഒരു കോലത്തിലാക്കിയിട്ട് നമ്മളെ ഡ്രീം കേക്ക് എന്ന് പറഞ്ഞത് ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കൊക്കോ പൗഡറിനെക്കാട്ടും നല്ലതേ നമുക്കിതുപോലെ ചോക്ലേറ്റിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും തോന്നുന്നു. അപ്പോൾ അത് പക്ഷേ കുറച്ചൊരു കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ നമ്മളിതുപോലെ നമുക്കിതൊക്കെ മതി സംഭവം. അങ്ങനെ കയ്പ്പരസമൊന്നും ഇല്ല കേട്ടോ. കുറേ വലിയ കട്ടിയുള്ള ലെയറായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് അരിപ്പയിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ബൂസ്റ്റ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേത് അങ്ങോട്ട് അലിഞ്ഞു പോകില്ലേ. ഇത് ഇങ്ങനെ ഇതാ ഈ ഒരു ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ പൊടി ഈ ഒരു ഇതിൽ ഇതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഞങ്ങളിതപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് സംഭവം. അപ്പോൾ ഇതും കൂടി ആയപ്പോഴാണ് സമാധാനമായത്. മക്കളെ ക്ഷമേൻ്റെ നെല്ലിപ്പലകേമൽ നിന്നിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇതും കൂടി ആയി. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. അതിനിവിടെ സമയമില്ല. ഇപ്പം തന്നെ സൈഡിൽ നിന്നൊക്കെ തോണ്ടലൊക്കെ തുടങ്ങിയിരിക്കണ്. അപ്പോൾ എന്തായാലും അത് ഫിനിഷ് ചെയ്ത് ഇതാണ് ഞങ്ങളെ ഡ്രീം കേക്ക്. ഇനി ലാസ്റ്റ് പരിപാടി എൻ്റെ ഫോട്ടോഷൂട്ടും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാലേ ഞാൻ ഇവരെ തൊടാൻ സമ്മതിക്കുള്ളൂ. നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ കാണിച്ചു തരണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്ക് സെറ്റായിക്കണ്. എൻ്റെ സാറേ, ഇതിലേക്കൊരു സ്പൂൺ അങ്ങോട്ട് ഇറക്കി ഒരു കോരലിങ്ങോട്ട് കോരി അങ്ങോട്ട് വായിലേക്ക് വെച്ചാലുണ്ടല്ലോ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയണത് വെറുതെ അല്ല എൻ്റെ മക്കളെ. ഇതങ്ങോട്ട് വായിൽ വെക്കണത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ രഹസ്യം ഉണ്ടിട്ട് ഇതിൽ നിങ്ങളായിട്ട് ഇനിയിപ്പോൾ ആരോടും പറയാൻ പോകണ്ട. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഗുണം കൊണ്ടല്ല, ഇതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിലുള്ള സാധനങ്ങൾ? കേക്ക്, വിപ്പിംഗ് ക്രീം, പിന്നെ ചോക്ലേറ്റ്, ഇതൊക്കെ പാടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പുകിൽ? അത് ആലോചിച്ചാൽ പോരല്ലേ. അപ്പോൾ ഇതുപോലെ വലിയ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങണമെന്നില്ല. ഒരു 360 ഏകദേശം ഒരു 360 ഉറുപ്പ്യക്ക് ആയിട്ടുണ്ടാവും കേട്ടോ എനിക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ വിപ്പിംഗ് ക്രീമും കുറച്ച് ബാക്കിയുണ്ട്, നമ്മളെ കൊക്കോ പൗഡർ ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട് നമ്മളെ കയ്യിൽ. അപ്പം കുറച്ച് കേക്കോ അല്ലെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വേറൊരു ഡിഷും കൂടി ഉണ്ടാക്കാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ ഓരും കൂടി കൂട്ടിയിട്ട് നമ്മളെ കൂടെ കൂട്ടിയിട്ട് ഓർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ തിന്നു കഴിഞ്ഞാൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ അത് നമ്മൾ തിന്നിട്ടില്ല, അപ്പം നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംഗതി ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് എന്തായാലും അടിപൊളി ആയിക്കണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണേ. ഇതൊന്നും തിന്നാത്ത ഏട്ടൻ വരെ തിന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ്. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഫോൺ ഇങ്ങോട്ട് തുറക്കാൻ പറ്റില്ല. ഇനി മക്കളെ മുമ്പിൽ നിന്ന് ഫോൺ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഡ്രീം കേക്ക് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടും. പിന്നെ പറയണം ഉണ്ടാക്കിത്താ ഒന്ന് ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് വാങ്ങിത്താന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതാ ഞങ്ങളെ പൂതി അങ്ങനെ ഉണ്ടാക്കി തിന്ന് അങ്ങോട്ട് അവസാനിപ്പിച്ച്. അപ്പോൾ സംഗതി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുട്ടികൾ പറയണത് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വലിയ പെർഫെക്ഷനൊന്നും നോക്കി പോകണ്ട. നമുക്ക് നമ്മളെ മക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ശരിക്കൊരു മെമ്മറി ആയിരിക്കും കേട്ടോ. ഓരിപ്പോൾ വലിയതായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ PDF പോയിട്ട് ഒരു ഡ്രീം കേക്ക് വാങ്ങി കൊടുക്കുന്നതിനേക്കാളും ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് അതിൻ്റെ ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും ഞങ്ങൾ അടിപിടിയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഒരു രസമാണല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അത് കഴിക്കുമ്പോൾ ഓർക്കും ഒരു സന്തോഷം കൂടുതലായിരിക്കും. പീടികയിൽ വാങ്ങിക്കൊണ്ടുവന്ന് അത് കഴിച്ചത് തീരുന്നതിനേക്കാളും ഇതൊക്കെ ഉണ്ടാക്കാൻ കൂടെ നിൽക്കുന്നതും ആ മൊമെൻറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഡ്രീം കേക്കിൻ്റെ ചരിത്രം അവിടെ അവസാനിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് നാളത്തേക്കുള്ള ദോശക്കുള്ളതൊക്കെ ഒന്ന് അരയ്ക്കാൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. ദോശമാവൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് കലാശക്കൊട്ടാണ്, ക്ലീനിങ്ങും ഡിന്നർ കഴിപ്പും കാര്യങ്ങളൊക്കെ ഇനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നാളത്തെ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ബൈ ബൈ.